വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. ഷെയ്ഖ് ജാസിം ഉഡായിപ്പായിരുന്നു, നമ്മളെയൊക്കെ പറ്റിക്കുകയായിരുന്നു. ഈ കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇന്നലെ SEC ഫയലിങ്ങിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നു. ഇപ്പോൾ SEC ഫയലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച്, അമേരിക്കയിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ അറിയാലോ, യുണൈറ്റഡ് അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ 25% ഷെയറാണ് ജിം റാറ്റ്ക്ലിഫ് മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല റിപ്പോർട്ടും സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ചിൽ റിപ്പോർട്ട് ചെയ്യണം. കാരണം യുണൈറ്റഡ് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് നടന്ന സകല റിപ്പോർട്ടും കാര്യങ്ങളും ഇവർക്ക് ഈ പറയുന്ന പോലെ SECയിൽ ഫയൽ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേക്ക് കമ്പനികൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ റൂമേഴ്സൊക്കെ വെച്ച് കമ്പനിയുടെ വാല്യുവേഷൻ കൂട്ടാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കണ്ട കാര്യമാണ്, ഷെയ്ഖ് ജാസിം ബിഡ് വളരെ ക്ലോസ് ആണെന്നുള്ള രീതിയിലൊക്കെ വാർത്ത വന്ന സമയത്ത് യുണൈറ്റഡിൻ്റെ ഷെയർ എന്ന് പറഞ്ഞാൽ റോക്കറ്റ് പോലെ മുകളിലേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന പോലെ ഒത്തിരി ആൾക്കാർ ഷെയ്ഖ് ജാസിം അടിക്കും, ഇനി യുണൈറ്റഡിന് നല്ല കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ കുറേ ആൾക്കാർ നിസാര തുകയ്ക്ക് യുണൈറ്റഡിൻ്റെ ഷെയർ മേടിച്ച് അവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി നടന്നിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കൃത്രിമമായിട്ടുള്ള ഫ്ലക്ച്വേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇടപെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അവരതിനകത്ത് കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടത്തും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് നടന്ന സകലമായ ഡീറ്റെയിൽസിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡിൻ്റെ ബോർഡ് SECയിൽ ഫയൽ ചെയ്തു. അപ്പോൾ അതിനകത്ത് വന്നൊരു കാര്യമാണ്, ഈ ഷെയ്ഖ് ജാസിം ഒരിക്കലും പ്രൂഫ് ഓഫ് ഫണ്ട്സ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വച്ച ബിഡിന് അതിനുള്ള ഫണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം ഒരിക്കലും ഇവരുടെ അടുത്ത് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, യുണൈറ്റഡിൻ്റെ ബോർഡ് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, എവിടെ ഫണ്ടിൻ്റെ പ്രൂഫ് എവിടെ? ആ കാര്യം ഇദ്ദേഹത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ടീമിനോട് ചോദിച്ചു. പക്ഷേ അവരിതുവരെ അല്ലെങ്കിൽ ഒരിക്കലും അവർ ആ ഫണ്ട് പ്രൂഫ് അവർ കാണിച്ചില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും എടുത്തു പറയുന്നൊരു കാര്യം. അപ്പോൾ അത് പല ടൈം പീരീഡിൽ നടന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ബിഡ് വന്നത് $25 ഒരു ബിഡായിരുന്നു. അത് ഫെബ്രുവരി 2023 നടന്നൊരു കാര്യമാണ്. അപ്പോൾ അന്നേരം 3.8 ബില്യൻ്റെ ഒരു ടോട്ടൽ വാല്യുവേഷനിലാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ അന്നും ഈ പറയുന്ന പോലെ പ്രൂഫ് ഓഫ് ഫണ്ട് വച്ചിട്ടില്ല. അതുപോലെ തന്നെ അതിനുശേഷം മാർച്ചിൽ ഈ പറയുന്ന പോലെ കുറച്ചുകൂടി പൈസ കൂട്ടി 25 എന്നുള്ള 28 ആക്കി. അപ്പോഴും പ്രൂഫ് ഓഫ് ഫണ്ട് വെച്ചിട്ടില്ല. പിന്നീട് അതിനുശേഷം ഏപ്രിലിൽ 28.54 ആക്കി. അതിനുശേഷം പിന്നെ മെയ്യിൽ 30 ആക്കി. പിന്നെ വീണ്ടും 35 ആക്കി. അങ്ങനെ കൂട്ടി കൊണ്ടുപോയി. പക്ഷേ ഒരിക്കലും അവർ പ്രൂഫ് ഓഫ് ഫണ്ട് കാണിച്ചില്ല. അപ്പോൾ എന്തുകൊണ്ട് പ്രൂഫ് ഓഫ് ഫണ്ട് കാണിച്ചില്ല കൃത്യമായിട്ട് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതിന് ശേഷം പിന്നെ ഈ ഷെയ്ഖ് ജാസിമിൻ്റെ സോഴ്സസ് അല്ലെങ്കിൽ പീപ്പിൾ ക്ലോസ് ടു ഷെയ്ഖ് ജാസിം എന്ന് പറഞ്ഞിട്ട് ജേക്കബ്സ് ബെൻ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വാർത്തേനെ കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യുകയാണ്. അങ്ങനെയൊന്നുമില്ല, ഇവരുടെ കയ്യിൽ പ്രൂഫ് ഓഫ് ഫണ്ട് മറ്റത് മറിച്ചതൊക്കെ ഉണ്ടായി. പക്ഷേ ഷെയ്ഖ് ജാസിമിന് അദ്ദേഹത്തിനെ പറ്റിക്കുകയാണെന്ന് തോന്നപ്പെടുന്നത്, അങ്ങനെ ഒരു തോന്നൽ വന്നതുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ നിന്ന് പിൻവലിഞ്ഞെന്നുള്ള തരത്തിലാണ് അവർ പറയുന്നത്. അതേസമയം തന്നെ ഈ റിലയബിൾ ആയിട്ടുള്ള അത്ലറ്റിക്കും അതുപോലെ തന്നെ ഈ SEC സംഭവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ $35 ഓഫർ അവർ കൺസിഡർ ചെയ്യാൻ റെഡിയായിരുന്നു. പക്ഷേ പ്രൂഫ് ഓഫ് ഫണ്ട് എവിടെ? ആ സാധനം അവർ അല്ലെങ്കിൽ ഷെയ്ഖ് ജാസിമിൻ്റെ ഭാഗത്തുനിന്ന് അതൊരു സാധനം അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഷെയ്ഖ് ജാസിമിൻ്റെ അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.2 ബില്യൺ ചില്ലറയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇത് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്തിനേക്കാളും മുകളിലാണ് ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡിനെ മേടിക്കേണ്ട പൈസ എന്ന് പറയുന്ന കാര്യം. അതുപോലെ തന്നെ ഈ ഫണ്ട് എവിടെ നിന്ന് വരുന്നു? ഇപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെങ്കിൽ അത് ഈ പറയുന്ന പോലെ അതിന് വേറെ നൂലാമാലകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ബാങ്കിൽ നിന്ന് കൊടുക്കുന്ന ഫണ്ടാണെങ്കിൽ അതിനും ഈ പറയുന്ന പോലെ അതെങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യം കാണിക്കേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു കാര്യം നടന്നു? അപ്പോൾ ഈ ഫണ്ടില്ലാത്ത ഒരാളെങ്ങനെയാണ് ഇത് ചെയ്യാൻ പോയത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ചിലപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ഇതൊരു പേഴ്സണൽ ഇമേജ് ഇൻക്രീസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളാണെങ്കിലും ഇവിടെ ഇരുന്ന് ഷെയ്ഖ് ജാസിം എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് പറയാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഈ ഒരു ഒറ്റൊരു വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി സ്കൈ റോക്കറ്റ് ചെയ്തു. കാരണം ഇപ്പോൾ കേരളത്തിലുള്ള ഈവൻ റൈവൽ ഫാൻസ്, ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന റൈവൽ ഫാൻസിന് പോലും അറിയാം ഷെയ്ഖ് ജാസിം എന്നുള്ള പേര്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ? അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫോട്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? അപ്പോഴും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്, ചില സമയത്ത് ഇങ്ങനെ കോൺസ്പിറസി തിയറി പോലെ വന്നിരുന്നു, ഷെയ്ഖ് ജാസിം എന്ന് പറഞ്ഞൊരാളേ ഇല്ല, മൂപ്പരുടെ ആകെ 1-2 ഫോട്ടോയാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ ആ ഒരു സമയത്ത്. അപ്പോൾ അതൊരു AI ക്യാരക്ടറാണ്, ചുമ്മാ ഒരു ഉഡായിപ്പ് സംഭവമാണെന്നുള്ള രീതിയിൽ അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്തായാലും വിജയിച്ചത് റാറ്റ്ക്ലിഫും ഗ്ലേസേഴ്സും തന്നെയാണ്. അവരുടെ കാര്യം നടന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം ഈ ഒരു കാര്യത്തിന് അവർ ബ്രോക്കറായിട്ട് നിന്ന് വെച്ചാൽ റെയിൻ ഗ്രൂപ്പാണ്. അവർക്ക് ഏതാണ്ട് 31 മില്യൺ
ഡോളർ അവർക്കും ഈ പറയുന്ന പോലെ കമ്മീഷനായിട്ട് കിട്ടി. അതും പോകാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നാണ്, അല്ലാതെ ഗ്ലേസേഴ്സിൻ്റെ പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ജിം റാറ്റ്ക്ലിഫിൻ്റെ പോക്കറ്റിൽ നിന്നല്ല, മാൻ യുണൈറ്റഡിൻ്റെ പോക്കറ്റിൽ നിന്നാണ് ആ പൈസ അവിടേക്കും പോകുന്നത്. അത് ഈ പറഞ്ഞ പോലെ ക്ലബിൻ്റെ തലയിലേക്ക് വെച്ച് കൊടുത്തു. ദിസ് ഈസ് വാട്ട് ഗ്ലേസേഴ്സ് ഡസ് ഓൾ ദ ടൈം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് നടന്നു. സോ അതാണ് ഇതിനെക്കുറിച്ച് വന്നൊരു വാർത്ത. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ജാസിം ആക്ച്വലി ഉഡായിപ്പായിരുന്നു, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.